ഏവർക്കും നമസ്കാരം. ഈ കോവിഡ്-19 കാലഘട്ടം നാം ഏവരും ആശങ്കാകുലരാണ്. നമ്മുടെ സർക്കാർ പറയാറുണ്ട്, ആശങ്ക വേണ്ട, ജാഗ്രത മതി. നമ്മുടെ പോരാട്ടം രോഗത്തോടാണ്, രോഗിയോടല്ല. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗികളെ ഒറ്റപ്പെടുത്തുന്ന പ്രവണതയും രോഗമില്ലാതെ രോഗമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ആ പ്രവണതയും അത്രമാത്രം അഭിലഷണീയമല്ല. ഈ പ്രവണതയ്ക്കെതിരെയുള്ള ചെറിയ മുന്നറിയിപ്പാണ് എൻ്റെ ഈ കവിത, കോവിഡ് ബാധിച്ച വീട്. ഇന്നലെ എൻ മകൻ ചെന്നൈയിൽ നിന്നെത്തി, കോവിഡ് റെഡ് സോണിൽ നിന്നും. ഇന്നലെ എൻ മകൻ ചെന്നൈയിൽ നിന്നെത്തി, കോവിഡ് റെഡ് സോണിൽ നിന്നും. ഏറെ നാളത്തെ പിടച്ചിലിൻ ശേഷമാണീ യാത്ര കൽപ്പിച്ചു കിട്ടി, അവർക്കീ യാത്ര കൽപ്പിച്ചു കിട്ടി. ഇന്നലെ എൻ മകൻ ചെന്നൈയിൽ നിന്നെത്തി, കോവിഡ് റെഡ് സോണിൽ നിന്നും. മാനദണ്ഡങ്ങൾ പാലിച്ചുവെങ്കിലും നാട്ടുകാരറിയാതെ നോക്കി, എൻ്റെ നാട്ടുകാരറിയാതെ നോക്കി. ബഹുജനം പലവിധമാണല്ലോ ചുറ്റിലും, പ്രശ്നങ്ങളെന്തിന്നു വെറുതെ, വേറെ പ്രശ്നങ്ങളെന്തിന്നു വെറുതെ. ആരുമറിയാതെ വന്നു ചേർന്നെങ്കിലും ആരൊക്കെയോ വാർത്ത ചോർത്തി, നാട്ടിലാരൊക്കെയോ വാർത്ത ചോർത്തി. എങ്ങു നിന്നൊക്കെയോ വിളികളെത്തി, മകൻ ചെന്നൈയിൽ നിന്നിങ്ങു വന്നു, നിൻ മകൻ ചെന്നൈയിൽ നിന്നിങ്ങു വന്നു. ഇന്നലെ എൻ മകൻ ചെന്നൈയിൽ നിന്നെത്തി, കോവിഡ് റെഡ് സോണിൽ നിന്നും. രാത്രിയിൽ പ്രത്യേക മുറിയൊരുക്കി അവൻ സ്വന്തം തടവറ തീർത്തു, പിന്നെ ഞങ്ങളിൽ നിന്നങ്ങകന്നു. മാരണമാരി ചമയ്ക്കുന്നൊരാധിയാൽ കണ്ണും നടച്ചതേ ഉള്ളൂ, ഞങ്ങൾ തെല്ലൊന്നുറങ്ങിയേ ഉള്ളൂ. നേരം വെളുത്തപ്പോൾ ഫോണൊന്നെടുത്തതും വാർത്തകൾ തൻ പൊടി പൂരം, നവമാധ്യമ വാർത്തതൻ ജാലം. ചെന്നൈയിൽ നിന്നെത്തി വിദ്യാർത്ഥികൾ, അവർ ആരുമറിയാതെ മുങ്ങി, അവർ റിപ്പോർട്ടു ചെയ്യാതെ മുങ്ങി. മുങ്ങി 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 എന്നുള്ളൊരാ വാക്കൊന്നു കണ്ടപ്പോൾ അറിയാതെ ഉള്ളൊന്നു കാളി, ഞങ്ങൾ വല്ലാതെ ഞെട്ടിപ്പകച്ചു. പനിയില്ല, ചുമയില്ല, ദീനമില്ലെങ്കിലും വീണ്ടും ദിശയിൽ വിളിച്ചു, അവൻ വീണ്ടും ദിശയിൽ വിളിച്ചു. ഇന്നലെ എൻ മകൻ ചെന്നൈയിൽ നിന്നെത്തി, കോവിഡ് റെഡ് സോണിൽ നിന്നും. ആംബുലൻസ് എത്തുവാൻ വൈകുമെന്നാകയാൽ ഞാൻ തന്നെ വണ്ടി ഇറക്കി, ഞങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിലെത്തി. പ്രത്യക്ഷ ലക്ഷണമൊന്നുമില്ലെങ്കിലും ടെസ്റ്റുകളെല്ലാം നടത്തി, റിസൾട്ട് എത്തുവാൻ 2 നാളാവും. ഡോക്ടറും നഴ്സും പ്രവർത്തകരൊക്കെയും ആശ്വാസവാക്കുകൾ ചൊല്ലി, ഉള്ളിൽ അല്പം സമാധാനമായി, ഉള്ളിൽ അല്പം സമാധാനമായി. ഇന്നലെ എൻ മകൻ ചെന്നൈയിൽ നിന്നെത്തി, കോവിഡ് റെഡ് സോണിൽ നിന്നും. വീട്ടിലേക്കെത്തുവാനുള്ളൊരാ യാത്രയിൽ വീണ്ടും വിളികൾ തൻ ഘോഷം, ഫോണിൽ വീണ്ടും വിളികൾ തൻ ഘോഷം.
ആരൊക്കെയോ ചിലർ നേരിട്ടു ചോദിച്ചു, മോനു കോവിഡാണല്ലേ കേട്ടു, മോനു കോവിഡാണല്ലേ കേട്ടു. ആരൊക്കെയോ ചിലർ നേരിട്ടു ചോദിച്ചു, മോനു കോവിഡാണല്ലേ കേട്ടു. മനം ചില്ലുപോൽ വീണ്ടും ഉടഞ്ഞു, എൻ മനം ചില്ലുപോൽ വീണ്ടും ഉടഞ്ഞു. ഓഫീസിൽ നിന്നുള്ള വിളിയിൽ വിളക്കത്തി, രണ്ടാഴ്ച വീട്ടിൽ ഇരിക്കൂ, ഇനി രണ്ടാഴ്ച വീട്ടിൽ ഇരിക്കൂ. രോഗമിനിയും സ്ഥിരീകരിച്ചില്ലെന്നു പറയുവാനൻ മനം വെമ്പി. പക്ഷേ കേൾക്കുവാനാർക്കാണു നേരം, പക്ഷേ കേൾക്കുവാനാർക്കാണു നേരം. കിട്ടുന്ന മാത്രയിൽ വാർത്ത പരത്തുക, അത്രയേ മാളോർക്കു വേണ്ടു. വാർത്ത വേഗം പരക്കുന്നു ചേലിൽ, വാർത്ത വേഗം പരക്കുന്നു ചേലിൽ. വീട്ടിൽ നിന്നെന്നുടെ ഭാര്യ വിളിക്കുന്നു, നാട്ടിൽ മുഴുവനും പാട്ടായി. മോനു കോവിഡ് ബാധിച്ച കാര്യം, ഇന്നലെയോളം ചിരിച്ച മുഖങ്ങൾക്ക് വല്ലാതെ അന്യരായിപ്പോയി, നമ്മളാർക്കും വേണ്ടാത്തോരായി. സത്യമറിയുവാനാർക്കും മനസ്സില്ല, കുറ്റപ്പെടുത്തുന്ന നോട്ടം, വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന ഭാവം. എന്നുടെ പ്രിയ കവി പണ്ടൊന്നു പാടിയ വരികൾ ഞാൻ അറിയാതെ ഓർത്തു. ഒരു തുള്ളി നേരിനെ പല പൊതി പൊതിഞ്ഞിട്ട് നിറമാർന്ന ചരടുകൾ ചുറ്റിയേ കിട്ടൂ. ഒരു തുള്ളി നേരിനെ പല പൊതി പൊതിഞ്ഞിട്ട് നിറമാർന്ന ചരടുകൾ ചുറ്റിയേ കിട്ടൂ. എന്തൊരു സത്യം, ആ വരികൾ തൻ കൃത്യത ഇന്നു ഞാൻ നേരിൽ അറിഞ്ഞു. എന്തൊരു സത്യം, ആ വരികൾ തൻ കൃത്യത ഇന്നു ഞാൻ നേരിൽ അറിഞ്ഞു.